الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്കാണ് നേർച്ച എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നേർച്ചയെ സംബന്ധിച്ച് ഒരു വിചാരവും ഒരു ധാരണയും ഒക്കെ ഉണ്ട്, എന്താണ് നേർച്ച എന്നുള്ളത്. ഈ നേർച്ച ഇപ്പോൾ വീണ്ടും നമ്മുടെ കേരളക്കരയിൽ ഒരു സജീവമായ ചർച്ചയ്ക്ക് ഇടം പിടിച്ചിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പുത്തനങ്ങാടി, പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ ഒരു മക്ബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിൻ്റെ ആ തങ്ങളുടെ പേര് യാഹൂ തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പേരിൽ അറിയപ്പെടുന്നത്. ആ ജാറത്തിന് പ്രത്യേകതകളുണ്ട്. 2 സ്ഥലത്തായിട്ട് ഒരേ ആളുടെ ജാറം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാന ഇടയുകയും ഒരാൾ മരിക്കാനിടയാവുകയും ചെയ്തു. നമ്മളെല്ലാം കണ്ടു കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കിപ്പിടിച്ച് ആട്ടുന്നതും തൂക്കിയെറിയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനെ സംബന്ധിച്ച് വലിയ ഒരു ചർച്ച
മുസ്ലിങ്ങൾക്കിടയിൽ വീണ്ടും രൂപപ്പെട്ടു വന്നിരിക്കുക. എന്താണ് നേർച്ചയെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിൽ നേർച്ചയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള ഈ ആനയും കൊട്ടും പിന്നെ അതേപോലുള്ള ഘോഷയാത്രകളും ഈ നഗരം ചുറ്റലുകളും അങ്ങനെയുള്ളതാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേർച്ച എന്ന് പറയുന്നത്? അങ്ങനെയാണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പൂർണ്ണമായ പരിപൂർണമാക്കപ്പെട്ട ദീൻ. എന്താണ് ഇസ്ലാം ദീൻ എന്നുള്ളത് ഏതൊരാൾക്കും വരുംകാല ജീവിതത്തിൽ ഇനി അവസാന നാളിൽ വരുന്ന ആ വിഭാഗത്തിന് പോലും ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യവും പഠിപ്പിച്ചു. നമ്മൾ എന്തെല്ലാം അനുഷ്ഠിക്കണം, എന്തെല്ലാം പിന്നെ ആചരിക്കണം, എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും ഇന്ന് കാണുന്ന ഈ നേർച്ചയുടെ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ ഇത് പ്രവാചകന്റെ ചര്യയിൽ കാണുവാൻ സാധിക്കുമോ? അവിടുത്തെ സ്വഹാബ കിറാമുകൾ, പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ, ലോകത്തിന് മാതൃകയായ ഒരു സമൂഹം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജതു ലിന്നാസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ അള്ളാഹു വിശേഷിപ്പിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമൂഹം സ്വഹാബ കിറാമുകൾ. അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നേർച്ച നിർവഹിച്ചിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേർച്ച എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നേർച്ചകളുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല നേർച്ച. ഇതുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അതല്ല നേർച്ച എന്ന് പറയുന്നു. പിന്നെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് പിന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ആരാണ്? നമ്മുടെ സമൂഹത്തിലെ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അവർക്ക് അവരുടേതായ സ്വാർത്ഥമായ പല താല്പര്യങ്ങളും ഭൗതിക നേട്ടങ്ങളാണ് അവരെയൊക്കെ ചെയ്യുന്നത്. ഇത് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് ഒരിക്കലും ചേർന്ന കാര്യമല്ല. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാകരുത് ഒരിക്കലും. അവർക്ക് സത്യമായിട്ടുള്ള ദീൻ എന്താണോ അത് പറഞ്ഞു കൊടുക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് റബ്ബ് പടച്ചവൻ. എന്താ പറയുന്നത്? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ, കസീർ ധാരാളം ആളുകൾ, ലയഅകുലൂന അംവാലൻ നാസ്, ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവരാണ്, തിന്നുന്നവരാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. അന്യായമായി തിന്നുക, ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം അങ്ങനെ എല്ലാ പ്രോത്സാഹനം, എല്ലാത്തിനും പച്ചക്കൊടി, എല്ലാത്തിനും ഫത്വ. ഇതൊക്കെ ഉണ്ടോ ഉസ്താദേ? ഇതൊക്കെ പാടുണ്ടോ? ഇതൊക്കെ ദീനിലുള്ളതാണോ? എല്ലാത്തിനും ചറപറ എന്ത് ചെയ്യുകയാണ്? തെളിവ് നിരത്തുകയാണ്. കരിമരുന്ന് പറയിക്കുകയും പിന്നെ എന്ത് ചെയ്യുക, പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ടല്ലോ. പടക്കം പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഫത്വ ചോദിച്ചപ്പോൾ അത് സുന്നത്തല്ല ഫർളാണെന്നാണ് പറഞ്ഞത്. സുന്നത്തുമല്ല, ഫർളാണ് എന്നാണ് പിന്നെ പണ്ഡിതൻ ഫത്വ കൊടുക്കുന്നത്. നിർബന്ധമാണത് എന്നാ പറയുന്നത്. ഒന്ന് നോക്കുക, ആലോചിച്ച് നോക്കുക.
എന്നിട്ട് അതിനൊരു വ്യാഖ്യാനം, ഈ അന്തരീക്ഷത്തിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകും. അതിങ്ങനെ ഇത് പൊട്ടിക്കുമ്പോൾ കരിമരുന്ന് ഇങ്ങനെ അതിൻ്റെ പുക അങ്ങനെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള ഈ അണുക്കളൊക്കെ നശിച്ചു പോകാൻ അത് കാരണമാകുമെന്ന്. ഇതൊക്കെ എന്താണ് ഭയങ്കര തെളിവായിട്ട് പറയുകയാണ്. ഒന്ന് നോക്കണേ സഹോദരങ്ങളെ. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എന്താണ്, അവർക്ക് വഅദ് പറയാൻ ഒരു ചാൻസ് കിട്ടും, ഒരവസരം കിട്ടും. പല പണ്ഡിതന്മാരും എന്താണ് കൃത്യമായിട്ട് എഗ്രിമെൻറ്റും കാര്യമൊക്കെ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. എത്ര രൂപ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് കരാറും ഒക്കെ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. അവർക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കാം. ഒരു വർഷത്തിൽ വലിയൊരു വരുമാനം, ഒരു സംഖ്യ അവർക്ക് ഉണ്ടാവും. ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവർ രംഗത്ത് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം. ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അരുതായ്മകൾ സംഭവിക്കുമ്പോൾ അത് ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കും. നിങ്ങൾ തന്നെ ഏറ്റാൽ മതി, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാ പറയുന്നു. ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറും. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തിത്തരികയാണ്. നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പറയപ്പെട്ട പണ്ഡിത പുരോഹിതന്മാർ നാളെ ഒഴിഞ്ഞു മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഇത്? തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് വഖാല അല്ലദീന തബഉ ലൗ അന്ന ലനാ കററതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ഇത്. തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. പിൻപറ്റപ്പെട്ടവർ അതായത് നേതാക്കന്മാർ, വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ആനയിച്ചു കൊണ്ട് നടന്നില്ലേ, തക്ബീർ വിളിച്ചില്ലേ, ഇവരെ കാണുമ്പോൾ കൈപിടിച്ച് മുത്തിയില്ലേ, ഈ ആളുകളെ കുറിച്ച് അല്ലാഹ് പറയുകയാണ്. നാളെ ഒഴിഞ്ഞു മാറും, പിൻപറ്റിയവരിൽ നിന്നും ഒഴിഞ്ഞു മാറും. വറഅഉൽ അദാബ്, രണ്ടു കൂട്ടരും ശിക്ഷ നേരിക്കാണും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് എന്താ? ഈ രണ്ടു കൂട്ടരും ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. വറഅഉൽ അദാബ്, ശിക്ഷ നേരിൽ കാണുകയും ചെയ്യുമ്പോൾ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, എല്ലാ ബന്ധങ്ങളും അറ്റുപോകും. പിന്നെ ഞങ്ങൾ നിങ്ങളൊന്നുമില്ല. അവിടെ ഓരോരുത്തരും അവരവരനുഭവിച്ചു കൊള്ളണം. ഈ പറയപ്പെട്ടവരാരും ഒരു ഉത്തരവാദിത്വവും ഏൽക്കാൻ ഉണ്ടാവുകയില്ല. സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടല്ലോ. എന്തു പറഞ്ഞാലും ഉസ്താദ് പറഞ്ഞതല്ലേ, അത് 100% ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ നാളെ ഉസ്താദിന്റെ അവസ്ഥ, ഉസ്താദിനെയും ഈ പറയപ്പെട്ട അനുയായികളെല്ലാം ഒരുമിച്ച് നിർത്തുമ്പോൾ പരസ്പരം ഒഴിഞ്ഞു മാറുകയാണ്, പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ശിക്ഷ നേരിക്കാണുമ്പോൾ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. ആ സന്ദർഭത്തിൽ ഈ അനുയായികൾ പറയുന്ന ഒരു വാക്കാണ് വഖാലല്ലദീന തബഉ, ഈ പിൻപറ്റിയ ആളുകൾ പറയും, ലൗ അന്ന ലനാ കററതൻ, ഞങ്ങളെ ഒരു മടക്കം നൽകപ്പെടുമായിരുന്നു എങ്കിൽ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇവർ ഇന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുമായിരുന്നു. അവിടെ ആ പരലോകത്തെത്തുമ്പോൾ പറയുന്നത്, ഇപ്പൊ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഉസ്താദ് എന്ത് നുണ പറഞ്ഞാലും അതെല്ലാം എന്താണ്? സ്വഹീഹാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ തല ആർക്കും പണയം വെക്കാൻ പോകേണ്ടതില്ല. നമുക്ക് അല്ലാഹ് തന്ന ബുദ്ധി നമ്മൾ പ്രയോഗിക്കണം. നമ്മളുടെ ഒരു കാര്യം, ഒരു വിഷയം ഉണ്ടായാൽ അത് നമ്മൾ ഖുർആനിലും സുന്നത്തിലും മാറ്റുരച്ചു നോക്കണം. നമ്മളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പിന്നെ പടച്ചവനെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അപ്പോൾ വളരെയധികം നമ്മൾ ആ കാര്യത്തിലൊക്കെ വളരെയധികം സൂക്ഷ്മത
ആ കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിലൊക്കെ എന്താണ് സഹോദരങ്ങളെ നേർച്ച എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത് എന്താ? കുറേ നേർച്ചകളുണ്ട്, കുറേ നേർച്ചകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് അപ്പവാണിഭ നേർച്ചയുണ്ട്. അതേപോലെ തന്നെ പിന്നെ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലുള്ള കോഴിയെ നേർച്ചയാക്കുക. ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ, പണ്ടൊക്കെ ഇങ്ങനെ ആടുകൾ പോകുമായിരുന്നു, ആടുകൾ ഇങ്ങനെ റോഡേ കൂടെ ഇങ്ങനെ പോകും, മുട്ടനാടുകൾ. അതിനങ്ങ് ഒഴിഞ്ഞു വിട്ടേക്കാണ്, നേർച്ചയാണ്. അതിൻ്റെ കഴുത്തിൽ ഒരു പാട്ടയൊക്കെ കെട്ടി പിന്നെ അത് ഇല ഉള്ളാളത്തേക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിവിടും. ആളുകളൊക്കെ അതിനകത്ത് പിന്നെ എന്ത് ചെയ്യും? പൈസ ഒക്കെ ഇടും. ഈ ആട് വല്ല അറിയുന്നുണ്ടോ പാവം? ബസ്സിൽ കയറി വന്നാല എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന അവസ്ഥ പോലും കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ആട് കയറി വന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് ഇരിക്കുക. ഇത് കണ്ടിട്ടാണ് ഒരു പണ്ഡിതൻ എന്താണ്, ആട് മുഹീദ്ദീനും ആവുകയില്ല, മുഹീദ്ദീൻ ആടുമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം നടത്തി മക്തിത്തങ്ങൾ. പണ്ട് കാലത്ത് നമ്മളൊക്കെ പിന്നെ ജനിച്ച് വരുന്നതിന് മുമ്പ് ഉള്ള ഒരു 50 കൊല്ലം മുമ്പത്തെ അവസ്ഥയാണ്. ഈ കായംകുളത്ത് നമ്മുടെ ഈ അടുത്ത് നടന്ന സംഭവമാണ്, നമ്മുടെ ഈ പ്രദേശത്തിനടുത്ത് നടന്ന സംഭവമാണ്. ആട് മുഹീദ്ദീനും ആവുകയില്ല, മുഹീദ്ദീൻ ആടുമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അന്നത്തെ കാലത്ത്. അപ്പൊ ഇതാണ് പിന്നെ പലപ്പോഴും നമുക്ക് അറിയാവുന്ന നേർച്ചകൾ. കൊടികുത്ത് നേർച്ച, ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ടു നേർച്ച, അങ്ങനെ പിന്നെ കുറെ ഭീമാപ്പള്ളി നേർച്ച, മുത്തുപ്പേട്ട, അജ്മീർ, നാഗൂർ, പിന്നെ അങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഷെയ്ഖിന്റെ പള്ളി, ജാറം, അങ്ങനെ ഒരുപാട്. ഇതൊക്കെയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മമാരും ഒക്കെ നേർച്ചയായിട്ട് കൂട്ടിയിട്ടുള്ളത്, നേർച്ചയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇതൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല. അത് മാത്രമല്ല, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നേർച്ച എന്ന് പറഞ്ഞ ഇബാദത്താണ്. നേർച്ച ഇബാദത്താണ്, അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ഖുർആനിൽ അള്ളാഹു പറയാണ് യൂഫൂന ബിന്നദിർ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പറയുകയാണ് യൂഫൂന ബിന്നദിർ, അവർ നേർച്ചയെ പൂർത്തീകരിക്കുന്നവരാണ്. നേർച്ച നേർന്നാൽ അത് നിറവേറ്റുന്നവരാണ്, പൂർത്തീകരിക്കുന്നവരാണ് വിശ്വാസികൾ. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. കാന ശർറുഹു മുസ്തതീറ, അതായത് ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ നേർച്ച എന്ന് പറയുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് എല്ലാം ആരോടായിരിക്കണം? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ അതാണ് പറയുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഈ നേർച്ച ഇബാദത്തിൽപ്പെട്ടതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. വമാ അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്ത് തന്നെ ചെലവഴിച്ചാലും, അതേപോലെ ഔ നദർതും മിൻ നദിരിൻ, എന്ത് തന്നെ നേർച്ചയാക്കിയാലും ഫഇന്നല്ലാഹ യഅലമുഹു, തീർച്ചയായും അള്ളാഹു അതറിയുന്നുണ്ട്. അള്ളാഹു അതറിയുന്നുണ്ട്. നേർച്ച നേർന്നാൽ അള്ളാഹു അറിയുന്നുണ്ട്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നേർച്ച ഇബാദത്താണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പം ആ നേർച്ചകൾ ഇവിടെ നടത്തുന്നതോ ഇങ്ങനെയാണോ? നേർച്ചകൾ മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ കോഴി എന്ന് പറഞ്ഞാൽ ആരെ പ്രീതിപ്പെടുത്തി? മുഹീദ്ദീൻ ഷേഖിനെ തൃപ്തിപ്പെടുത്തി. അപ്പൊ ആരാധന ആർക്കായി? മുഹീദ്ദീൻ ഷേഖിന്റെ പേരിലായി, അള്ളാഹുവിനല്ല. നേർച്ച അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു വമൻ നദറ അൻ യഅസിയഹു
ഫലാ യഅ്സിഹി, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നേർച്ച നേർന്നാൽ ഫൽയുതിഉഹു, അവൻ അനുസരിച്ചു കൊള്ളട്ടെ, എന്നാൽ ആ നേർച്ച പൂർത്തീകരിക്കട്ടെ, അതാ നേർച്ച. അതേസമയം വമൻ നദറ അൻ യഅ്സിയഹു ഫലാ യഅ്സിഹി, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയാണ്, അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലാണ് നേർച്ച നേർന്നതെങ്കിൽ ആ നേർച്ച വീട്ടേണ്ടതില്ല എന്ന്. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനായിരിക്കണം, മറ്റുള്ളവരിലേക്കാകാൻ പാടില്ല. എന്തൊക്കെ നേർച്ചയാണ് ചെയ്യുന്നത് ആളുകൾ? ഇന്ന പള്ളിയിലേക്ക് നേർച്ച, ഇന്ന പള്ളിയിലേക്ക് നേർച്ച. എവിടെ പോകുന്നു? അത് എനിക്കൊരു നേർച്ചയുണ്ട്, ഇന്ന പള്ളിയിൽ ഞാൻ നേർച്ച നേർന്നു കൊണ്ടുണ്ട്, എൻ്റെ കൊച്ചിന് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. അവർക്ക് ഭാര്യയ്ക്ക് രോഗം വന്നിട്ട് മാറുന്നില്ല, സുഖപ്പെടുന്നില്ല, ഞാനൊരു നേർച്ച നേർന്നു ഇന്ന പള്ളിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള നേർച്ചകൾ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഷിർക്കാണ്. ഇത് വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു പഠിപ്പിച്ച തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. അതിൽ നിന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഇതൊക്കെ. ഇവരെയൊക്കെ എന്ത് ചെയ്യാണ്? കൂട്ടത്തിൽ കൊണ്ടുവെക്കുകയാണ്. അള്ളാഹുവിന്റെ ആ പ്രവർത്തനത്തിൽ ഇവർക്കും കൂടി പങ്കുകൊടുക്കുകയാണ്. ഇവരാണോ? ഇവരെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ? ഒന്നും സാധിക്കുകയില്ല. ഒരു ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്ന് എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇത്തരം നേർച്ചകൾ നമ്മളെ നരകത്തിലാണ് എത്തിക്കുക. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ, ശിർക്ക് ചെയ്താൽ അള്ളാഹു ഒരിക്കലും നമുക്ക് പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. സൂറത്തുൻ നിസാ. ആരെങ്കിലും ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു അവനിൽ ശിർക്ക് ചെയ്താൽ ഒരിക്കലും പുറത്തു തരികയില്ല, പൊറുക്കുകയില്ല, അവന്റെ പാപം പൊറുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താലോ ആരെങ്കിലും ശിർക്ക് ചെയ്താലോ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, അവൻ അള്ളാഹുവിന്റെ പേരിൽ ഒരു അപരാധമാണ് അവൻ ആരോപിച്ചിരിക്കുന്നത്, കെട്ടിച്ചമച്ചു പറയുന്നത്. അപ്പൊ വലിയ ഗൗരവമുള്ള വിഷയമാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ചയും ഇബാദത്താണ്, സത്യം ചെയ്യലും ഇബാദത്താണ്. സത്യം ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഫൽയഹ്ലിഫില്ല, നിങ്ങൾ അള്ളാഹുവിനിൽ സത്യം ചെയ്യുക എന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ചിലരൊക്കെ എന്ത് ചെയ്യും? ഇന്ന ഭീമാ പള്ളിയാണ് സത്യം, എൻ്റെ ഭീമാ ഉമ്മിച്ചയാണ് സത്യം, പിന്നെ അജ്മീർ പള്ളിയാണ് സത്യം, ഇന്ന ജാറത്തിലെ ഷെയ്ഖ് ആണ് സത്യം എന്ന് മാത്രമല്ല വലിയ ഭയമാണ്. ചില കാര്യങ്ങളിലൊക്കെ നീ ഇന്ന ജാറത്തിൽ കൊണ്ട് നീ സത്യം ചെയ്യാമോ എന്ന് പറഞ്ഞാൽ പേടിയാണ്. അതേസമയത്ത് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാമോ എന്ന് പറഞ്ഞാൽ 1000 സത്യമാണ്. ആ കൂടുതൽ പേടി ആരെയാണ്? ഈ ഷെയ്ഖിനെയാണ് ഇവർ പേടിക്കുന്നത്. അപ്പൊ പേടിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ ചുരുങ്ങി എങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എന്താ നേർച്ച? ഐച്ഛികമായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിനാണ്, അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ ഒരു കാര്യം അത് ഞാൻ ചെയ്യും എന്ന് സ്വയം പ്രഖ്യാപിക്കുക, പറയുക. ആ പറയുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അത് സുന്നത്തായ ഒരു കാര്യമായിരിക്കണം, ഫർലായ കാര്യമാകാൻ പാടില്ല. കാരണം അത് നിർവഹിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ദുഹർ ഞാൻ എല്ലാ ദിവസവും ദുഹർ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നേർച്ചയാവുകയില്ല. കാരണം അത് അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതേസമയം സുന്നത്തായ ഒരു കർമ്മം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു ആടിനെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യും, സാധുക്കൾക്ക് ഞാനത് നൽകും എന്നൊരാൾ നേർച്ച നേർന്നു എങ്കിൽ
അത് അയാളുടെ മേൽ നിർബന്ധമായി. ആടിനെ അറുത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ ഒരു പ്രവൃത്തിയാണ്, ഒരു ഐച്ഛികമായ ഒരു കാര്യമാണ്. അത് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്താലോ ചെയ്യുമെന്ന് പറഞ്ഞാലോ അത് അയാൾ ചെയ്യൽ വാജിബായി, നിർബന്ധമായി, അയാൾക്കപ്പോൾ നിർബന്ധമാക്കപ്പെടുകയാണ്. സുന്നത്തായ നോമ്പുകളുണ്ടല്ലോ, തിങ്കളും വ്യാഴവും. ഒരാൾ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇന്നു മുതൽ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസത്തിൽ എല്ലാ തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കുന്നതാണ്. തിങ്കളും വ്യാഴവും എന്നുള്ള നോമ്പ് സുന്നത്തായ കർമ്മമാണ്. പക്ഷെ അത് ഇയാളിങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അയാളുടെ പേരിൽ അത് നിർബന്ധമായി മാറുകയാണ്. അപ്പോൾ അതാണ് നേർച്ച എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നേർച്ച, ഇതാണ് നേർച്ച. അതല്ലാതെ ഈ പറയപ്പെട്ട ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും അത് നേർച്ചയല്ല, അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അത് മറ്റുള്ളവ സമൂഹങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്തതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന ഇത് ഈ നേർച്ചയും അതേപോലെ കൊടിയേറ്റും ഉത്സവവും ഒക്കെ മറ്റു സമുദായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പള്ളി എന്ന് പറഞ്ഞാൽ എന്തിനാ? അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്, അല്ലേ? സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളിയെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അവിടെ അല്ലാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ്. ഇവിടെ ഈ നടക്കുന്നതോ ഈ നടന്നതോ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അവിടെ ആ പുതിയങ്ങാടി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ കോമ്പൗണ്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഒരാൾ മരിക്കുക എന്നൊക്കെ ഇപ്പൊ മുമ്പ് ചേറ്റുവായിൽ നടന്നു ഇതേപോലെ. അതിനു മുമ്പും പല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ആ മൃഗം നിരപരാധിയല്ല. മൃഗത്തിന് വല്ല അറിഞ്ഞിട്ടാണോ? മൃഗത്തെ മനുഷ്യനിങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുന്നു. അതൊരു ആരാധനയുടെ ഭാഗമായിട്ട് ചിലർ സ്വീകരിക്കുന്നു. പക്ഷെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആകെ ആന എന്ന് പറയുന്നത് കടന്നു വരുന്നത് എവിടെയാ? കഅബ പൊളിക്കാനാ. സൂറത്തുൽ ഫീൽ എന്നും പറഞ്ഞൊരു അധ്യായവും ഉണ്ട്. അലന്തറ കൈഫ, നമുക്കെല്ലാം കാണാപ്പാടമുള്ള സൂറത്തുമാണ്. എന്താണ് ആ സംഭവം? കഅബ പൊളിക്കാൻ വരിക. അബാബീൽ പക്ഷികളെ വിട്ടു, ആനയെ അള്ളാഹു കഅസ്ഫി മഅ്കൂൽ, ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ ആക്കി മാറ്റിയെന്ന്. ഈ ഇങ്ങനെ ചവച്ച് തുപ്പുന്ന ആ ഇതില്ലേ, അതുപോലെ ആക്കി ആ സംഭവം, ആ ആനകളെ, ആനപ്പട്ടാളത്തെയും എല്ലാവരെയും. അതാണ്, അത്രയേ ഉള്ളൂ ഇസ്ലാമിന് ആനയുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് നിർവഹിക്കാൻ, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തെല്ലാം സുന്നത്ത് പഠിപ്പിച്ചു വന്നു, അതൊന്നും ഒട്ടും ചെയ്യുകയുമില്ല. അപ്പോൾ ഇതാണ് നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെ നേർച്ച നേർന്നാലോ അത് വീട്ടണം. അത് നിർബന്ധമായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കുന്തു നദർതു ഫിൽ ജാഹിലിയത്തി അൻ ഇഅ്തകഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം ഖാല ഫഔഫി ബിനദിരിക. പ്രവാചകരെ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നേർച്ച നേർന്നിരുന്നു. എന്താ നേർച്ച? ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രിയിൽ, അല്ലെങ്കിൽ യൗമൻ എന്ന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഒരു പകൽ ഞാൻ ഇഅ്തികാഫിരുന്നോളാം എന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഔഫി ബിനദിരിക, നിന്റെ നദർ നീ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഉണ്ടോ ജാഹിലിയ കാലഘട്ടത്തിൽ? അപ്പോൾ അത് വളരെ നേർന്നാൽ അത് പൂർത്തീകരിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരാൾ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കണം. അതേപോലെ തന്നെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടി ഒരു സംശയം പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകരെ, എൻ്റെ മാതാവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു നേർച്ച പറയുകയുണ്ടായി, ഒരു നേർച്ച നേരുകയുണ്ടായി. എന്നാൽ ആ നേർച്ച നേരുന്നതിന് മുമ്പ് തന്നെ, നേർച്ച വീട്ടുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോയി. അതിന് വല്ല പ്രതിവിധിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് നീ നിറവേറ്റുക. അപ്പൊ മറ്റുള്ളവരാരെങ്കിലും, കുടുംബത്താരെങ്കിലും ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, നല്ല കാര്യത്തിൽ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ,
ഇത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നേർച്ച കേട്ടോ. നല്ല കാര്യങ്ങൾ നേർച്ച നേരുമ്പോഴാണ് ഇതൊക്കെ ഈ വിധികളൊക്കെ വരുന്നത്. അതല്ലാതെ ഞാനും പിന്നെ ഈ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ച നേർന്നാൽ അത് വീട്ടേണ്ടതില്ല. ഒരാൾ കുടുംബബന്ധം ഞാൻ ഇന്നു മുതൽ മുറിക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഒരിക്കലും നിർവഹിക്കേണ്ടതില്ല, അത് തെറ്റുവാണല്ലോ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നല്ല കാര്യത്തിന് വേണ്ടി നേർച്ച നേർന്നാൽ അത് വീട്ടേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ ഇനി ഇത് നിർവഹിക്കാൻ പറ്റാതെ വന്നാലോ അവിടെ കഫാറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, പ്രായശ്ചിത്തം ചെയ്യണം. നേർച്ച നേർന്നിട്ട് അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവമോ അത് നിർവഹിക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾ കഫാറത്ത് പ്രായശ്ചിത്തം നടത്തണമെന്നാണ്. അൻ ഉഖബത്ത് ഇബ്നു ആമിറിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. കഫാറത്തുൻ നദിരി നേർച്ചയുടെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ കഫാറത്തുൽ യമീൻ സത്യം ലംഘിക്കുമ്പോഴുള്ള പ്രായശ്ചിത്തം എന്താണോ അതാണ് അവൻ ചെയ്യേണ്ടത് എന്ന്. നടത്തിയിട്ട് സത്യപ്രതിജ്ഞ ലംഘിച്ചാൽ, ഒരു സത്യം ചെയ്തു, ആ സത്യം പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾ പ്രായശ്ചിത്തം ചെയ്യണം. ഖുർആനാ പറയുന്നു. അതേ പ്രായശ്ചിത്തം തന്നെയാണ് നേർച്ച നേർന്നിട്ട് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ ചെയ്യേണ്ട പ്രായശ്ചിത്തം, കഫാറത്ത് എന്ന് പറയുന്നത്. സൂറത്തുൽ മാഇദ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫകഫാറത്തുഹു ഇത്ആമു അശറതി മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹ്രീറു റഖബ ഫമൻ ലം യജിദ് ഫസിയാമു സലാസതി അയ്യാം. ഇതാണ് അതിന്റെ കഫാറത്ത് എന്ന് പറയുന്നത്. ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ വചനം എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫകഫാറത്തുഹു ഇത്ആമു അശറതി മസാകീന, 10 മിസ്കീൻമാർക്ക്, 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം. മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ, നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ 10 അഗതികൾക്ക്, 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം. ഔ കിസ്വതുഹും, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം. രണ്ടാമത്തെ ഇതായിട്ട് പറഞ്ഞത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം, 10 പേർക്ക് വസ്ത്രം നൽകണം. അല്ലെങ്കിലോ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഇന്നിപ്പോൾ അടിമയൊന്നും ഇല്ലല്ലോ, അടിമയെ മോചിപ്പിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉള്ളതാ, അടിമ എല്ലാം ഉള്ള സമയമാണ്. ആ കാലഘട്ടത്തിലാണ് അത് അല്ലാഹു ഖുർആൻ അത് പറയുന്നത്. ഇതൊന്നും സാധിച്ചില്ലെങ്കിലോ ഫമല്ലം യജിദ് ഫസിയാമു സലാസതി അയ്യാം, 3 ദിവസം അവൻ തുടർച്ചയായി നോമ്പ് നോൽക്കട്ടെ. ഈ 3 കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ 4-മത്തേതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവൻ തുടർച്ചയായി 3 ദിവസം നോമ്പ് നോൽക്കട്ടെ. അപ്പോൾ സഹോദരങ്ങൾ, ഇതാണ് നേർച്ച, ഇസ്ലാമിലെ നേർച്ചയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും. ഇതിലേതെങ്കിലും ഇങ്ങനെയുണ്ടോ? ഇതിലെ ആന വരുന്നുണ്ടോ? ഏതെങ്കിലും മറ്റേ പറയെടുക്കുന്ന സമ്പ്രദായം വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? പല പള്ളികളിൽ എന്തൊക്കെയാണ് കൊലകൾ കൊണ്ടുപോകുന്നതും ഒക്കെ. പേരെന്താ? നേർച്ച എന്നാ പേര്. ഇത് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞില്ലല്ലേ, അനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. ജൂത നസാറാക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലമാക്കി മാറ്റി. ഇതൊക്കെ ആരാധന സ്ഥലം അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധനാ സ്ഥലമാക്കരുതേ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്റെ ഖബറിനെ. നമ്മൾ പ്രത്യേകം പറയണം, ഈ ജാറമുള്ള എത്ര പള്ളികളാണ് ഇവിടെ ഉള്ളത്. ആ ഖബറിനെ
പ്രവാചകൻ പറഞ്ഞ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കുക. അപ്പൊ ഖബർ എന്ന് പറയുന്ന അതിനകത്ത് കിടക്കുന്ന ബിംബമാണ്. ഇപ്പൊ ആളുകൾ പറയും അത് വിഗ്രഹാരാധനയാണ്, ഇത് വിഗ്രഹാരാധനയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പ്രവാചകന്റെ ഈ ഹദീസ് പോരെ നമുക്കത്? രണ്ടും ഒന്നാണെന്ന് പറയാൻ, അതും ഇതും ഒന്നാണെന്ന് പറയാൻ ഒരേ വിശ്വാസമാണ്. അവർ നിർത്തി ആരാധിക്കുന്നു, ഇവിടെ കിടത്തി ആരാധിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലാതെ വേറെ ഏതിലാണ് വ്യത്യാസം? വളക്കാർ വരുന്നു, വളക്കച്ചവടക്കാർ വരുന്നു, ബലൂൺ കച്ചവടക്കാർ വരുന്നു, അല്ലേ? എന്തെല്ലാമാണ്, എല്ലാം കിട്ടും. എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നതെല്ലാം ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നേർച്ച എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. ഐച്ഛികമായ ഒരു കാര്യം ഞാൻ പ്രവർത്തിക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിർബന്ധമായി അല്ലാതെ പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ കഫാറത്ത് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാക്കി അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഇസ്ലാം നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത്. നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാം അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് നേർച്ച നേർന്നോ കുറേ കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ആ കൽപ്പനയിലൊന്നും നീ നേർച്ച നേരൂ എന്നുള്ള ഒരു കൽപ്പന കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാലും നമുക്കതാ മനസ്സിലാക്കുവാൻ കഴിയുക. അങ്ങനെ ഇസ്ലാം നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരരുത് എന്നാ പറഞ്ഞു. ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരരുത്. ഫഇന്നൻ നദുറ ലാ യുഗ്നി മിനൽ ഖദ്രി ഷൈഅൻ. ഈ നേർച്ച എന്ന് പറഞ്ഞാൽ ഖദറിൽ നിന്നും യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല. നമുക്കൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യത്തിന് ഈ നേർച്ച കൊണ്ട് തട്ടിമാറി പോവുകയില്ല എന്നാ പറഞ്ഞത്. ഖദറിൽ അതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല നേർച്ചക്ക്. സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ രോഗം വന്നാൽ പെട്ടെന്ന് ഒരു നേർച്ച ആണല്ലോ, അത് തന്നെ എന്താണ് പിന്നെ അങ്ങനെ ഒരു ഉപാധി വെച്ചുള്ള നേർച്ച പാടില്ല എന്ന് ചിലരൊക്കെ ഇങ്ങനെ ചില നേർച്ച നേരാറുണ്ട്. എന്താണ് ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച. അതെനിക്ക് സാധിച്ചാൽ, എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം, എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഇന്ന പള്ളിക്ക് ഞാൻ ഇന്ന് ഇത് ചെയ്തു കൊള്ളാം എന്ന് പൈസ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടോ ഒക്കെ ഇങ്ങനെ ഓഫർ പറയുക. അതൊരിക്കലും അത് പാടില്ല, ഹറാമാണ് എന്നവർ പണ്ഡിതന്മാർ പറഞ്ഞു. അത്തരം നേർച്ചകളെ പറഞ്ഞിട്ടുള്ളത് ഹറാമാണ് എന്ന്, അത് പാടില്ലാത്ത നിഷിദ്ധമാക്കപ്പെട്ടതാണ്, അല്ലെ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ് എന്ന്. അങ്ങനെ ഒരു നേർച്ച പാടില്ല. എന്താണ് നേർച്ച? അത് കൃത്യമായിട്ട് ഉപാധി ഒന്നുമില്ലാതെ ചെയ്യുക എന്നുള്ള ഒരു ഉപാധിയും പാടില്ല. മുത്തലക്കായിട്ട് നിരുപാധികമായ നേർച്ച, അത് നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ നേർച്ച നേരുന്നു എന്നതായിരിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വേറെ, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉപാധി വെച്ചുള്ള നേർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വൈനഹ യുസ്തഖ്രിജു ബിഹി മിനൽ ബഖീൽ, ബഖീലിന്റെ പണം പുറത്തു കൊണ്ടുവരാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നാണ്. ഈ ബഖീലന്മാരുണ്ടല്ലോ, പിശുക്കന്മാർ, അവർ ഈ പണമൊക്കെ വെച്ച് കൂട്ടുന്ന അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നല്ല കാര്യത്തിനൊന്നും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കില്ല. സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അയാൾ തീരുമാനിക്കാൻ ഞാൻ ഇന്നത് ചെയ്തോളാം
എന്ന് പറയുന്നു. അതാണ് പ്രവാചകൻ പറഞ്ഞത്. എന്താണ്? വഇന്നഹാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. ബഖീലിന്റെ പണം പിന്നെ പുറത്തു കൊണ്ടുവരാൻ മാത്രം ആ നേർച്ച കൊണ്ട് കഴിയുകയുള്ളൂ എന്നാണ്. അപ്പം നേർച്ച കൊണ്ട് ഒരു കതിറിലൊന്നും എന്താണ് ഈ ചെയ്യാൻ മാറ്റം വരികയില്ല. പ്രാർത്ഥന കൊണ്ട് മാറും. പ്രവാചകൻ പറഞ്ഞതാണ്, പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് നമ്മുടെ കലാകതിറിന് ഇടപെടാൻ സാധിക്കും, തട്ടിമാറ്റാൻ കഴിയും. ഒരു കാര്യം, ഒരു രോഗം വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന വന്നപ്പോൾ അള്ളാഹ് സ്വീകരിച്ചു, അത് മാറ്റി. പ്രാർത്ഥനക്ക് കഴിയും, പക്ഷെ ഇത് നേർച്ചക്ക് ഒരു കഴിവുമില്ല. അപ്പം നേർച്ച കൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നേർച്ച എന്താണ്, ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ എന്താണെന്നൊക്കെ അപ്പം പഠിക്കുക, നമ്മളത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. പണ്ഡിതന്മാർ പിന്നെ എന്താണ്, അവിടെയും ഇവിടെയും വെട്ടും, അവിടെയും ചാടും ഇവിടെയും ചാടും. അത് പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ അത് ഹക്കായിട്ട് ജനങ്ങളെ പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. അവർ അള്ളാഹിനെ പേടിയുള്ളവരാണ്, പരലോകത്തെ പേടിയുള്ളവരാണ്. നാളെ ഈ ജനങ്ങൾ വന്ന് ഇയാൾക്കെതിരെ പറയും, ആതിഹിം ദിഫൈനി മിനൽ അദാബ്, പടച്ചവനെ 2 ശിക്ഷ കൊടുക്കും, ഞങ്ങൾക്ക് തരുന്ന പോയിട്ട് ഇയാളാണ് ഞങ്ങളെ ഈ കോലത്തിലാക്കിയത്, ഇയാൾ കാരണമാണെന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം വരും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രചാരണ മാസമാണ് ഈ അൽമനാറും വിചിന്തനവും. അതിൻ്റെ ഒരു സമയമാണ്. അപ്പം നേരത്തെ വരിക്കാരായവരൊക്കെ അവരുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ട്. ഇനി പുതുതായിട്ട് വരി ചേരേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ എന്ത് ചെയ്യാം, പുതുതായിട്ട് വരി ചേരണം. വളരെ ഈ ഇത്തരത്തിലുള്ള ആനുകാലികങ്ങളായ വിഷയങ്ങളൊക്കെ, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കൃത്യമായി രേഖകളും പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുള്ള വിവരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കണം. അത് വായിക്കാത്തവർ, വരിക്കാരാകാത്തവരൊക്കെ അതിന് വരി ചേരണം എന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി എല്ലാവിധത്തിലും സഹായിക്കുന്ന, ശരീരം കൊണ്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു കൂടുതൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികളുടെ വിഷയത്തിൽ ഒരു നല്ലൊരു പരിഹാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടു പോയ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഈ ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. എല്ലാവർക്കും അള്ളാഹു അവരുടെ ആ മരണം രക്തസാക്ഷിത്വമായിട്ട് സ്വീകരിച്ച് അള്ളാഹു അർഹമായ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.